ഇപ്പം ലാലേട്ടൻ തിരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം എന്ന് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആര് വന്നാലും അമ്മ നന്നായിട്ട് പോയാൽ മതി, നന്നായിട്ട് കൊണ്ടുപോയാൽ മതി. അതിപ്പോൾ ലാലേട്ടനാണോന്നും വേറെ ആരെങ്കിലും ആയാലും ഒരു പ്രശ്നമില്ല. നല്ലൊരാൾ നേതൃസ്ഥാനത്തേക്ക് വന്നിട്ട് അത് മര്യാദ കൊണ്ടു നടന്നാൽ മതി. ഇപ്പം ചെയ്യണ പോലത്തെ കുറേ നല്ല കാര്യങ്ങൾ അത് മാറ്റിവെക്കെ അത് കൊണ്ടുപോയാൽ മതി. അപ്പം ഇപ്പൊ ഹേമ കമ്മിറ്റി ഒരുപാട് തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് അമ്മ സംഘടനയുടെ പ്രതിച്ഛായനെ ബാധിച്ച പോലെ ചേട്ടന് തോന്നുന്നുണ്ടോ? കുറച്ച് ബാധിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. സിനിമയിൽ മാത്രമൊന്നുമല്ല, എല്ലാ ഇടങ്ങളിലും ഉണ്ട്. സിനിമ ഒരു സെലിബ്രിറ്റി മേഖല ആയതിൻ്റെ പേരിൽ മാത്രമാണ് സിനിമയെ ഫോക്കസ് ചെയ്ത് അത് പിടിച്ചത്. അല്ലാണ്ട് സിനിമാക്കാർ മാത്രം തെറ്റുകാരാണെന്ന് പറഞ്ഞാൽ യാതൊരു അഭിപ്രായം എനിക്കില്ല. അല്ല, ഇപ്പം ഒരുപാട് തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ തുറന്നു പറച്ചിലുകളിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥയുള്ള പോലെ ചേട്ടന് തോന്നുന്നുണ്ടോ? ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, അത്ര പറയാൻ പറ്റുള്ളൂ. നമുക്ക് നേരിട്ട് അനുഭവമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരാള് അയാളത് ചെയ്തോ ചെയ്തില്ലെന്നും നമുക്കറിയില്ല. നമ്മൾ നേരിട്ട് കണ്ടല്ലോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്ത് പറയാനായിട്ട്? അതിനോട് എനിക്ക് യോജിപ്പില്ല. അവരൊക്കെ തന്നെ മാറ്റിയും പറഞ്ഞില്ലേ. അല്ല, ഇപ്പം ആരോപണങ്ങൾ ഉന്നയിച്ച ആൾക്കാര് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ മാറ്റി പറയുന്നുണ്ട്. പക്ഷെ മീഡിയ കൂടുതൽ കവർ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ആവശ്യമാണല്ലോ. അതുകൊണ്ടാണ് മീഡിയക്കാരുടെ ആവശ്യമാണ് വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളത്. വാർത്തകൾ പുതിയത് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ മീഡിയക്കാരുടെ ദൗത്യം. അങ്ങനെ വന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഇപ്പം ആരോപണം ഉന്നയിച്ച ആൾക്കാർ തന്നെ പിന്നീട് മാറ്റിപ്പറയുകയും ആരോപണം ഉന്നയിക്കുന്നൊരു ഗ്യാങ് ഉണ്ടായിട്ട് അവർ തമ്മിൽ തെറ്റുകയും ഒക്കെ ചെയ്ത നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അത് ഒരു വിഷയമുള്ള കാര്യമല്ല. അത് നടക്കും, ഇനി നടക്കും. ഓക്കെ. അപ്പം അമ്മയില് യുവതലമുറ നേതൃത്വത്തിലേക്ക് വരാൻ ഒരുപാട് മടി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ന്യൂസ് ചാനൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ചേട്ടൻ്റെ ടേക്ക് എന്തായിരിക്കും? അവരും വരണം. അതായത് ചിലര് അമ്മയുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറില്ല, വരാറില്ല. അവരൊക്കെ വലിയ കോടീശ്വരന്മാരായിരിക്കും. പക്ഷേ അമ്മ എന്ന് പറയുന്നത് ഒരു സംഘടന നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒത്തുപിടിച്ചാലേ പോകുള്ളൂ. നമ്മളൊക്കെ പെട്രോൾ ഡീസലൊക്കെ അടിച്ചിട്ടാണ് ഈ മീറ്റിങ്ങിനൊക്കെ പോണത്. ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, എല്ലാവരെയും വർഷത്തിലൊരിക്കൽ ഒന്ന് കാണാം എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഞങ്ങളുടെ അടുത്ത മീറ്റിംഗ് ആയിട്ടുണ്ട്, 24-ാം തീയതി ആണെന്ന് തോന്നുന്നു. നമ്മൾ വീണ്ടും ഒത്തുകൂടും. ഒരു ഒത്തുചേരലാണ് ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. എല്ലാവരും തമ്മിലൊന്ന് കാണുക, പിടിക്കുക. എല്ലാവരും എപ്പോഴും ഒരേപോലെ സിനിമയിൽ ഒത്തൊരുമിച്ച് അഭിനയിക്കുന്നില്ല. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മളെല്ലാവരും കാണേണ്ടത്, സന്തോഷം പങ്കിടുന്നത്. അതാണ് അമ്മയുടെ മീറ്റിങ്ങിൻ്റെ വലിയ കണക്കും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കറക്റ്റാണ്. അമ്മയുടെ കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ടായിട്ട് വീട്ടിലെത്തും. ഇപ്പം അമ്മ സംഘടന മുന്നിൽ നിർത്തിയിട്ട് ആ ഒരു പദവി മുതലെടുക്കുന്ന ആരെ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് പോലെ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇടവേള ബാബുച്ചേട്ടനൊക്കെ ഉണ്ടായപ്പോൾ എന്ന് പറഞ്ഞാൽ 2 റിങ് ചെയ്യുമ്പോൾ തന്നെ എടുക്കും. എന്താ ഓർമ്മയെന്ന് ചോദിക്കും. അത്രയും കണക്ഷൻ ഉണ്ട്. ചിലപ്പോൾ ലാലേട്ടനെ വിളിക്കുമ്പോൾ അങ്ങനെ അത്ര പെട്ടെന്ന് കിട്ടണമെന്നില്ല. ബാബുച്ചേട്ടനൊക്കെ ഉണ്ടായപ്പോൾ ഭയങ്കര ഇത്, നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാം. ഇപ്പോഴും പുള്ളി ഉണ്ട്, പുള്ളി ആ സ്ഥാനത്തുനിന്ന് അറിയുന്നല്ലാതെ ഇപ്പോഴും ആ സ്ഥാനം പുള്ളിയുടെ അടുത്തുണ്ട്. അത് പുള്ളിക്ക് ഒരു സംഘടനാ പാഠവുമാണ്. അത് ചെയ്തവർക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ബാബുച്ചേട്ടനെ പോലുള്ള ഒരാൾക്കൊക്കെ എല്ലാ മെമ്പേഴ്സിൻ്റെയും വീടും അവരുടെ കാര്യങ്ങളും അവരുടെ പശ്ചാത്തലവും, എനിക്ക് എത്ര മക്കളുണ്ടെന്നും ഒക്കെ
ഒക്കെ അറിയാവുന്ന ഒരാളാണ് പുള്ളി. അത് എല്ലാവർക്കും കഴിയണമെന്നില്ല. അമ്മ സംഘടനയിൽ ഒരു മാറ്റം വരണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? അമ്മ സംഘടനയിൽ മാറ്റം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അമ്മ സംഘടന ഈ പറഞ്ഞ പോലെ ആര് വന്നാലും അത് അതിൻ്റെ രീതിക്ക് കൊണ്ടുപോയാൽ മതി. ഞാനൊരു നിർദ്ദേശം ഇന്നസെൻ്റ് ചേട്ടനുള്ള പറഞ്ഞായിരുന്നു. എന്തായിരുന്നു അത്? പ്രളയമൊക്കെ വന്ന ടൈമിന് നമ്മളൊരു 5 കോടി രൂപ സർക്കാരിന് കൊടുത്തായിരുന്നു. അതുകൂടാതെ പേഴ്സണലായിട്ട് ലാലേട്ടനും മമ്മൂക്കയും കൊടുത്തിട്ടുണ്ടായി. ഞാൻ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടായി. ഷാരടി ഉൾപ്പെടെ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു, ഈ 5 കോടി രൂപ സർക്കാരിന് കൊടുക്കണക്കാട്ടി നല്ല ചേട്ടാ, നമുക്ക് ഒരു എവിടെയെങ്കിലും 2 കോടി രൂപയ്ക്ക് സ്ഥലം മേടിച്ചിട്ട് മതിലൊക്കെ കെട്ടി ഇത് വെച്ചിട്ട് 3 കോടി രൂപയ്ക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പാടില്ലേ? 6 ലക്ഷം രൂപക്കും 7 ലക്ഷം രൂപക്കും വീട് വെച്ച് തരുന്ന ഒരുപാട് കമ്പനികൾ കേരളത്തിലുണ്ട്. അപ്പം മറ്റൊരു അമ്മ ഗ്രാമം ഉണ്ടാക്കാം, ഒരു ആർച്ചൊക്കെ വെച്ചിട്ടൊരു അമ്മ ഗ്രാമം ഉണ്ടാക്കാം. മലയാള സിനിമയിലെ ആൾക്കാർ നാളെ എന്ത് ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ കാണിക്കാൻ പറ്റുന്നൊരു പ്രസ്ഥാനമായിട്ട് അത് മാറും. അതുപോലെ ഇത്ര ആൾക്കാർ അവിടെ താമസിക്കാൻ നേരത്ത് അവിടെ ഒന്ന് ചെറിയ ഡെവലപ്പ് ആവും. ഹോട്ടൽ വരും, ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ വരും. അങ്ങനെ ഒരു പദ്ധതി ഞാൻ ഇന്നസെൻ്റ് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെവിക്കൊണ്ടില്ല. എന്തുകൊണ്ടായിരിക്കും? എൻ്റെ രാഷ്ട്രീയം വേറെ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് വരെ അത് മുഖവിലക്കെടുത്തില്ല. ഓക്കെ. അപ്പം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്ന ഒരു പോസ്റ്റാണ് പിഷാരടി ചേട്ടൻ പറഞ്ഞത്. ധർമ്മജൻ ചേട്ടൻ മദ്യപാനം നിർത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് ഭയങ്കര വൈറലായിരുന്നു. ഇങ്ങനെ ആരാണ് മദ്യപിക്കാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. സിനിമയിലാണെങ്കിലും ഒക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. മദ്യപിച്ചിട്ട് ആടി വീട്ടിൽ ചെന്ന ചരിത്രമില്ല. ആരുടെയും വീട്ടിൽ ചെന്ന് ബഹളുണ്ടാക്കിയ ചരിത്രമില്ല. നമ്മുടെ ഒരു വേണ്ടാന്ന് വെച്ചതാ. പിന്നെ വേണ്ടാന്ന് വെച്ചെന്ന് പറഞ്ഞാല് വേണ്ട തോന്നി. വൈഫൊക്കെ പറഞ്ഞു അവസാനിപ്പിക്കുകയും എന്ന് പറഞ്ഞ എൻ്റെ പേരിൽ അവസാനിപ്പിച്ചതാണ്. ഷാരടി എന്നെ പിണങ്ങുകയും ചെയ്തു. പിണങ്ങിയതും കൂടി ആയപ്പോൾ പൂർത്തിയായി. അങ്ങനെ ഇടക്കിടക്കിടക്ക് പോകണം. ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയ കാര്യത്തിനൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര മദ്യപാനി അടിച്ച് റോട്ടിൽ കിടക്കുന്ന ആളൊന്നും അല്ലല്ലോ. ചിലപ്പോൾ 2 കഴിക്കും, സോഷ്യൽ ഡ്രിങ്ക്സ് എന്നൊക്കെ രീതിയിൽ കഴിക്കും എന്നല്ലാതെ അതിപ്പോൾ എല്ലാവരും കഴിക്കും. അവൻ എന്നെ പിണങ്ങാറുണ്ട്, ഞാനത് അനുസരിച്ചു എന്നേ ഉള്ളൂ. ഈ മദ്യപാനം മുന്നേ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും ആരെങ്കിലും മാറ്റി നിർത്തിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അവസരം നഷ്ടാവുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഒരു സിനിമയിൽ മാത്രമേ അങ്ങനെ സംഭവിച്ചുള്ളൂ. ഷാജി കൈലാസിൻ്റെ ഒരു സിനിമയാണ്. അതിൻ്റെ കൺട്രോളർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ധർമ്മജ 5-ാം തീയതി ഒരു ദിവസം ഡേറ്റ് വരുമോ? ഷാജി കൈലാസ് സാറിൻ്റെ സിനിമയാണ്, പൃഥ്വിരാജാണ് നായകൻ. അതേതായിരുന്നു സിനിമ? കടുവ. ഞാൻ പറഞ്ഞു ശരി, 5-ാം തീയതി കുഴപ്പമില്ല. അപ്പം ഞാനൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഫങ്ഷനിൽ ഇരിക്കുക. അപ്പം ഞങ്ങൾ അത്യാവശ്യം കൂട്ടുകാരെ കൂടി കമ്പനി കൂടി ഇരിക്കുന്ന ടൈമാണ്. ഞാൻ പറയാം 5-ാം തീയതി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് ഇന്നൊന്ന് വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ഷാജി സാറിൻ്റെ സിനിമയല്ലേ, അപ്പോൾ അങ്ങനെ വന്നാൽ ശരിയാവില്ല, അത് ഭയങ്കര മോശമായി പോകും എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അതൊന്നും കുഴപ്പമില്ല ബാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഞാൻ അവിടെ തിരിച്ചു പോരേണ്ടി വന്നു. ഞാൻ തന്നെ. അത് എന്തുകൊണ്ടാണ്? അല്ല, എനിക്ക് തന്നെ അത് വേണ്ട എന്ന് തോന്നി. അങ്ങനെ ഭയങ്കരമായിട്ട് കുടിച്ച് ആടി നടക്കേണ്ട ഒരാളൊന്നുമല്ല ഞാൻ. എനിക്ക് തന്നെ തോന്നി അത് ചെയ്യണത് ശരിയല്ല, സാറേ ഞാൻ പോവുക. ആ ഒരു അവസരം അതല്ലാതെ വേറെ ഒന്നും എനിക്ക് അങ്ങനത്തെ ഒരു തിക്താനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
ഭാര്യനെ തന്നെ വീണ്ടും കല്യാണം കഴിച്ചത് ഭയങ്കര വലിയ വാർത്തയായിരുന്നു. അതെന്തായിരുന്നു വീണ്ടും കല്യാണം കഴിക്കാൻ? വീണ്ടും കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ രേഖ ഉണ്ടായിരുന്നില്ല. ഈ കല്യാണം കഴിച്ചു എന്നല്ലാതെ കല്യാണം കഴിച്ചതിന് ഒരു രേഖ വേണ്ടേ? അപ്പൊ നാളെ ഭാവിയിൽ നമ്മുടെ പിന്നെ മക്കളാണെങ്കിലും സ്വത്തുക്കളാണെങ്കിലും ഒക്കെ അവിടെ കിടപ്പുണ്ടല്ലോ കുറച്ചൊക്കെ. അപ്പൊ അത് പിതാവിലാകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത പരിപാടിയാണ് രണ്ടാമത്തെ കല്യാണം. അതാകെ രണ്ടുപേരും ഒപ്പിടാൻ വിളിച്ചതാണ്. പക്ഷെ ഭയങ്കര വൈറലായി. അതെ അതെ. ഓക്കെ, അപ്പം പിഷാരടി ചേട്ടന്റെ ചിരിപുരണ്ട ജീവിതങ്ങൾ അവനെ പോലും ഞാൻ വിളിച്ചില്ല. ആണോ? ആ പുസ്തകത്തിൽ ഒരുപാട് ചേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിന്റെ രഹസ്യം എന്താണ്? ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അച്ഛൻ കഴിഞ്ഞാൽ ഏറ്റവും പേടി പിഷാരടി ചേട്ടനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിന്റെ ഒരു രഹസ്യം എന്താണ്? രഹസ്യമൊന്നുമില്ല. അവൻ വളരെ കറക്റ്റാണ്. അവൻ എന്നെ നിയന്ത്രിക്കണതിലൊക്കെ ഭയങ്കര ഒരാളായിരുന്നു. അവൻ്റെ ഇത് കുറച്ച് പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു 10 മണിക്ക് വരാന്ന് പറഞ്ഞാൽ 9:45 വരിക. അങ്ങനെ കുറെ നല്ല പെരുമാറ്റങ്ങളുണ്ട്. അവനും തെറ്റിപ്പോടുണ്ട് കുറെ പ്രാവശ്യം. അത് മനുഷ്യനായ തെറ്റിപ്പോവും തീർച്ചയായും. ഒരു ബ്ലോക്ക് വന്നാൽ മതിയല്ലോ വഴിയില്. അപ്പൊ അങ്ങനെ എനിക്ക് അവനോട് ഭയങ്കര ഒരു ബഹുമാനവും കാര്യങ്ങളും. പിന്നെ അവൻ പറയുന്ന കാര്യങ്ങള് നല്ല കറക്റ്റ് ആയിരിക്കും, അച്ചട്ടായിരിക്കും പറയണത്. അപ്പൊ അങ്ങനെയൊക്കെ അതിനോടുള്ളൊരു സ്നേഹവും. ഇനി നിങ്ങൾ ഒരുമിച്ചൊരു സ്റ്റേജ് ഷോ ഇനി എന്നാണ്? ഇടക്കിടക്ക് ഉണ്ടാകാറുണ്ട്. ഇനി എന്നാണെന്നൊന്നുമില്ല. ഇനി അമേരിക്ക പോക്കും UK പോക്കൊക്കെ ഞാൻ നിർത്തിയത് കൊണ്ടാണ്. അവൻ എപ്പോഴും പോവും. ഇപ്പോഴും UK ലാന്ന് തോന്നുന്നു. ഞാൻ പോവൂല. എനിക്ക് ഹോം സിക്നസ് ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ പോയി ഇങ്ങനെ നമുക്ക് ദുബായി പോണത് എനിക്കിഷ്ടമാണ്. ദുബായിലൊക്കെ പോണ ഓക്കെയാണ്. പക്ഷേ ഈ അമേരിക്കയിലൊക്കെ പോയാൽ ഒരു പ്രോഗ്രാമിന് പോയാൽ 45 ദിവസം 48 ദിവസവും 50 ദിവസമൊക്കെ ചിലവാക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ ധർമ്മൂസ് ഫിഷ് ഹബ്ബ് വളരെ നന്നായി പോകുന്നു. അപ്പം കലാരംഗത്തുനിന്ന് കച്ചവടത്തിലേക്ക് കാല് വെക്കാൻ തോന്നിയത് ഒന്നുമല്ല. എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ 10 രൂപ കിട്ടാനായിട്ട് ഒരു വഴി ഉണ്ടാക്കാനുള്ള മാർഗമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തെങ്കിലും ഒരു ബിസിനസ് കിടക്കട്ടെ, 20 രൂപ കിട്ടുമല്ലോ. ഒരുപാട് കോടികളും ലക്ഷങ്ങളൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ജീവിച്ചു പോകാനായിട്ട് അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ചെയ്തതാണ്. എനിക്ക് മീൻ സ്വർണം പോലെയാണ്. ഈ കട ജ്വല്ലറി പോലെ ഇരിക്കണം. അതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. അങ്ങനെ കേരളത്തിലെ മീൻ കടകളൊന്നും നന്നായി ഞാൻ കാരണം. മറ്റേത് വഴിയരിയിൽ നിന്നിട്ട് ഒരു വെള്ളത്തില് ഒക്കെ കഴുകി ഇടണ അവിടെ നിന്ന് മാറിയിട്ട് കടകളൊക്കെ ഡീസൻ്റായി. അതിനൊരു തുടക്കക്കാരൻ ആയി എന്നുള്ളതേ ഉള്ളൂ. വലിയ അവകാശവാദമൊന്നുമില്ല, പക്ഷെ നന്നായി.